പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ സാമ്പത്തിക പുരോഗതി കൊണ്ട് നല്ല ഉയരങ്ങളിൽ എത്തുന്ന നക്ഷത്ര ജാതകരുണ്ട്. ഇവർ വരും കാലങ്ങളിൽ പണത്തിന് മുകളിൽ കിടന്ന് ഉറങ്ങാൻ യോഗം ചെയ്ത നക്ഷത്ര ജാതകരാണ്. ഇങ്ങനെയുള്ള ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ സൗഭാഗ്യങ്ങളുടെ പടിവാതിലുകൾ തുറന്നു കിട്ടുന്ന നിമിഷങ്ങളാണ്. ആരൊക്കെയാണ് ഈ നക്ഷത്ര ജാതകരെന്നും വരും ദിവസങ്ങളിൽ ഇവരുടെ ജീവിത പുരോഗതിക്കായിട്ട് കാത്തിരിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഇനിയുള്ള എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം ഭാഗ്യം ചെയ്ത ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച്. വരും ദിവസങ്ങൾ ധനനേട്ടങ്ങളുടെ ദിവസങ്ങളാണ്. ചിലവുകൾ നിയന്ത്രിക്കുകയും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും ഇനിയുള്ള ദിവസങ്ങൾ ഇവർക്ക് സാധിക്കും. തൊഴിൽ ഇല്ലാത്തവർക്ക് പുതിയൊരു തൊഴിലിന് വേണ്ടിയിട്ട് യാത്രകൾ വേണ്ടിവരും. ശരീരക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. സർക്കാരിൻ്റെ കോൺട്രാക്ട് ജോലികൾ ഉള്ളവർക്ക് നല്ല കാലമാണ്. ശത്രുക്കളുടെ ശക്തിയും കുറയും. സഹോദരങ്ങൾക്ക് നല്ല കാലമാണെങ്കിലും അവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ കോട്ടങ്ങൾ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ അതിജീവിക്കും. നല്ല വാക്കുകൾ കൊണ്ട് കാര്യസാധ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില സമയത്ത് വാക്കുദോഷത്താൽ കലഹങ്ങൾക്കും സാധ്യതയുണ്ട്. നല്ല കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവാക്കുക. വിദ്യാർത്ഥികൾക്ക് നല്ല കാലമാണ്. ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. പൊതുവെ ആദരവും അംഗീകാരവും ലഭിക്കും. വ്യവഹാരങ്ങൾ വിജയത്തിലേക്ക് വരും. വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. ദോഷശാന്തിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ മഹാസുദർശന മന്ത്രപുഷ്പാഞ്ജലിയും കദളിപ്പഴ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കുക. ഇനി രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവരുടെ ജീവിതത്തിലെ നല്ല കർമ്മങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങും. വാക്കുദോഷം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിജീവിക്കും. ഒടിവ്, ചതവ്, ഹൃദയബന്ധിയായ രോഗങ്ങൾ, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ ഇവയ്ക്ക് സാധ്യതയുണ്ട്. ആഗ്രഹങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും സാധിക്കും. അസാധ്യം എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നടക്കാൻ ഇടയുണ്ട്. ഓഹരി വിപണിയിൽ ഉള്ളവർക്ക് നല്ല കാലമാണ്. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ഇവർക്ക് ലഭിക്കും. പൊതുപ്രവർത്തകർക്ക് ആദരവ് ലഭിച്ചു തുടങ്ങും. തൊഴിൽ ബന്ധിയായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും മൊത്തത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നൊരു സാഹചര്യം ഇവർക്കൊപ്പം ഉണ്ടാകും. ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും. പുനർവിവാഹം വേണ്ടവർക്ക് ആലോചനകൾ തുടങ്ങാൻ നല്ല സമയമാണ്. ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. വിദ്യാഭ്യാസത്തിലെ വായ്പാ ക്ലേശങ്ങൾ മാറിത്തുടങ്ങും. ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാതെ ശ്രദ്ധിക്കണം. ഭൂമി, വാഹനങ്ങൾ തുടങ്ങിയവയുടെ കച്ചവടം നടത്താനും നല്ല സമയമാണ്. ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാരാജഗോപാല മന്ത്ര പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുര സുന്ദരി മന്ത്ര പുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ചിലവുകളൊക്കെ നിയന്ത്രണങ്ങൾക്കനുസരിച്ചായിരിക്കും. പലവിധ ഐശ്വര്യങ്ങൾ, സ്ഥാനമാനങ്ങൾ ഇവ ഉണ്ടാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുതിയ തൊഴിൽ തുടങ്ങുന്നവർക്കും ജോലി തേടുന്നവർക്കും അനുകൂല കാലമാണ്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും. അഗ്നി മൂലമുള്ള അപകടങ്ങൾ ഒഴിവാകും. കാര്യതടസ്സങ്ങൾ അതിജീവിക്കും. ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും. പ്രമേഹത്തിൻ്റെയും രക്തസമ്മർദ്ദത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ സൂക്ഷിക്കണം. നല്ല വാക്കുകൾ കൊണ്ട് പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കണം. സ്ഥിരം ജോലിയുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പുതിയ വസ്ത്രങ്ങൾ ലഭ്യമാകും. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ ഒഴിവാകും. ധർമ്മകാര്യ പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ നേരിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിതൃജനങ്ങൾക്ക് അരിഷ്ടിത കാലമാണ്.
വാഹനങ്ങൾ കൈമാറ്റം ചെയ്യാൻ സാധിക്കും. വിദ്യാർത്ഥികൾ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലിയും ത്രിമധുര നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കുക. ഇനി പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പുണർദം നക്ഷത്ര ജാതകർ എല്ലാ രംഗങ്ങളിലും വിജയം വരിക്കും. പ്രാർത്ഥനകൾക്ക് ഫലം കാണും. സുഖശയന ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. സാമ്പത്തിക രംഗം മെച്ചപ്പെടും. വീട്ടിലെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും. ശത്രുക്കളുടെ ശക്തിയും കുറയും. സഹായികളുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ചിലവുകൾ നിയന്ത്രണ വിധേയം ആയിരിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. സന്താനങ്ങളെ കൊണ്ട് സമാധാനം ലഭിച്ചു തുടങ്ങും. അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ആജ്ഞാശക്തി കൊണ്ട് കാര്യനിർവഹണം നടത്തേണ്ടതായിട്ട് വരും. സുഗന്ധദ്രവ്യങ്ങൾ ലഭ്യമാകും. കാൽമുട്ടുവേദന, നടുവുവേദന, കൊളസ്ട്രോൾ, അൾസർ തുടങ്ങിയ അസുഖങ്ങൾ ശ്രദ്ധിക്കണം. ദാമ്പത്യ ബന്ധങ്ങൾ ഇണങ്ങിയും പിണങ്ങിയും മുന്നോട്ടു പോകും. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കേണ്ടതായിട്ട് വരും. വ്യവഹാരങ്ങളിൽ വിജയം വരിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ നല്ല സമയമാണ്. പക്ഷികളുടെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അധ്യാപകർ അപവാദം കേൾക്കാതെയും സൂക്ഷിക്കണം. ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമന്ത്ര സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഭാഗ്യം ചെയ്ത പൂരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പലവിധ ആപത്തുകളും ദൈവഭാഗ്യം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകും. ഇനി സാമ്പത്തിക പുരോഗതിയുടെ കാലം തന്നെയാണ് ഇവരെ കാത്തിരിക്കുന്നത്. കോപം വരുമ്പോൾ ശരവാക്കുകൾ പറയുമെങ്കിലും പിന്നീട് ശാന്തനാകും. വരും ദിവസങ്ങൾ പൊതുവെ സുഖ അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. കർമ്മമണ്ഡലം മെച്ചപ്പെടുന്നതോടുകൂടി സാമ്പത്തിക പുരോഗതിയും ഇവരെ തേടിവരും. സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൂടുതൽ മുതൽ മുടക്ക് നടത്തി ഇരട്ടി ലാഭം കൊയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. നാൽക്കാലി വളർത്തുന്നവർക്കും നാൽക്കാലി കച്ചവടക്കാർക്കും നല്ല സമയമാണ്. പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും നല്ല കച്ചവടം കിട്ടും. ആഭരണ കച്ചവടക്കാർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല കാലമാണ്. വാദബന്ധിയായ അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ചെയ്യണം. പലവിധ ദുഃഖ അനുഭവങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിവാകും. ബന്ധനാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. അപമാനം ഏൽക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. പുതിയ തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് ഫലം കാണും. വിദേശത്ത് ജോലിയുള്ളവർ കൂടുതലായി ശ്രദ്ധിക്കണം. പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും കമിതാക്കൾക്കും നല്ല അനുകൂല സാഹചര്യങ്ങളാണ് ഇനി വരുന്നത്. മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഈ നക്ഷത്ര ജാതകർ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ദോഷശാന്തിക്കായിട്ട് ശിവന് ധാര കഴിക്കുകയും ഭഗവതിക്ക് ഐക്യമന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കണം. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവർക്ക് ഏറ്റവും അനുഗ്രഹമാകുന്നത് ഇവരുടെ ഗ്രഹസ്ഥിതി തന്നെയാണ്. 2-ൽ കേതു, 6-ൽ ശനി, 7-ൽ വ്യാഴം, അഷ്ടമത്തിൽ ആദിത്യൻ, ബുധൻ, രാഹു, 9-ൽ ശുക്രൻ, 10-ൽ കുജൻ. ഇതാണ് ഗ്രഹനില. അതുകൊണ്ട് തന്നെ ഏറ്റവും ഭാഗ്യം എന്ന് കരുതുന്നത് ഇവർ കടം കൊടുത്തിട്ട് തിരികെ ലഭിക്കില്ല എന്ന് കരുതിപ്പോയൊരു ധനം കിട്ടാനുള്ള വലിയ തുകയാണത്. കാലതാമസം കൂടാതെ കൈവശം വരും. ഇതോടുകൂടി തന്നെ ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുകയും ചെയ്യും. പോലീസ് കേസുകളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. പ്രായോഗിക ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നേടും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. വിവാഹമോചന കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കണം. പഴകിയ രോഗങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും. അഗ്നി കൊണ്ടുള്ള ജോലികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്നേഹിതന്മാരുമായും ബന്ധുജനങ്ങളുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. പുതിയ ഗൃഹനിർമ്മാണത്തിന് പറ്റിയ സമയമാണ്. ഭൂമിയുടെ കച്ചവടങ്ങൾ നടക്കും. വലിയ ലാഭം ഇതുവഴി കിട്ടുകയും ചെയ്യും. കെമിക്കലുകൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിലെ തടസ്സക്ലേശങ്ങളും നീങ്ങിക്കിട്ടുന്നതാണ്. എല്ലാറ്റിനോടും എപ്പോഴും ഉണ്ടായിരുന്ന കലഹ മനോഭാവം മാറ്റിവെക്കണം. സുഖസൗകര്യങ്ങൾ ഉണ്ടാകുകയും
അത് അനുഭവിക്കാനുള്ള സാധ്യതകളും ഇവർക്ക് കൂടുതലാണ്. ഈ നക്ഷത്ര ജാതകർ ദോഷശാന്തിക്കായിട്ട് വിദ്യാർത്ഥികൾ ഗണപതി ഹോമം കഴിക്കുകയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുക.